ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാ ഇവിടെ ഞാൻ റൈസ്, അതായത് നമുക്ക് ടൊമാറ്റോ റൈസ് ചെയ്യാം, കറി ലീവ്സ് ഇതെല്ലാം ചേർത്തിട്ട് സ്പൈസി വേണമെങ്കിൽ അങ്ങനെ മസാല ഇടാന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഉണ്ടായി വരുന്നത് വെള്ളപ്പൊഴൊക്കെ വീഡിയോസ് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് നോക്കിയിട്ട് ഒരു ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതിനായിട്ട് ഓയിലൊഴിച്ചു, കടുക് വറുക്ക്, അത് കഴിഞ്ഞിട്ട് വഴറ്റാം. ടേസ്റ്റാണ്, നന്നായിട്ട് ഉടഞ്ഞു പോയില്ല. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ടൊമാറ്റോ റൈസ്. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ കുറേ നാളായി നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഒരു ലൈവായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. എത്രത്തോളം പോവും, എവിടെ വെച്ച് കട്ടാവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ എന്താ പറയുക, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഉച്ചക്കലത്തെ ഭക്ഷണം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ടൊമാറ്റോ റൈസ് ആൻഡ് തോരൻ, കുറേ വെജിറ്റബിൾസൊക്കെ കൂട്ടിയിട്ടുള്ള തോരൻ, പിന്നെ ഫിഷ് ഫ്രൈ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ പ്രിപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാ ഇവിടെ ഞാൻ റൈസ്, അതായത് നമുക്ക് ടൊമാറ്റോ റൈസ് തയ്യാറാക്കാനുള്ള റൈസ് വേവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇതാ വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തോരനുള്ള വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാം, ഇതിൽ പയറുണ്ട്, ബീട്രൂട്ട് ഉണ്ട്, പിന്നെന്താ പടവലങ്ങയുണ്ട്, ചേനയുണ്ട്, കായുണ്ട്, ക്യാരറ്റ് ഉണ്ടായിരുന്നു. ക്യാരറ്റ് ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി വെച്ചത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾക്ക് മെഴുക്ക് പുരട്ടിയിൽ തോരൻ എന്താണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അത് ആ കാര്യം. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, അതും കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മുടെ ഫിഷ്. ഓക്കെ, അപ്പോൾ അതും മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മളിവിടെ ടൊമാറ്റോ റൈസ് തയ്യാറാക്കാനാണ്. അതിന് ഞാൻ എന്താ കടുക്, അതുപോലെ തന്നെ എന്താ കടലപ്പരിപ്പ്, ജീരകം ആൻഡ് പീനട്ട്, അതായത് കപ്പലണ്ടി, ദെൻ കറി ലീവ്സ്, ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് എന്താ പറയുക മൂപ്പിക്കാം. അതിന് ശേഷം നമ്മളിൽ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സോട്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ സവോള, പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ പോകണം. സവോള, പച്ചമുളക് ചേർത്തിട്ട് വഴറ്റും. നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ആ സംഭവം ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് പേസ്റ്റായിട്ടാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തതോ ആയാലും മതി കേട്ടോ. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ തക്കാളി റൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു സിമ്പിൾ വർഷം ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് തന്നെയാണ്. നമ്മളതിൽ മസാല തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. വെറുതെ ഇത് തക്കാളി റൈസ് എന്ന് പറയുമ്പോൾ വെറുതെ കടുകും ഇതൊക്കെ ഇട്ട് സവോളയൊക്കെ ഒന്ന് വഴറ്റി തക്കാളിയൊക്കെ ചേർത്ത് വഴറ്റി ആക്കി റൈസ് ഇടാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് കുറച്ചുകൂടിയും നമ്മൾ താളിച്ച സമയത്തും ഈ പറഞ്ഞ പോലെ കടലപ്പരിപ്പ്, പീനട്ട് ഇതൊക്കെ ചേർത്തല്ലോ. പീനട്ടിന് പകരം കാഷ്യൂ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി അഡ്വാൻസ് വേർഷനാണ്, നമുക്ക് തയ്യാറാക്കാനായിട്ട് കഴിയും. ഓക്കെ, സോ സ്പൈസി വേണമെങ്കിൽ അങ്ങനെ മസാല ആ ഒരു രീതിയിൽ തയ്യാറാണെങ്കിൽ അങ്ങനെയല്ല, അതല്ല വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക്
ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം. ഇതിനിപ്പോൾ സത്യം പറഞ്ഞാൽ കേർഡ് ഒരു സൈഡായിട്ട് നമ്മൾ കൊടുക്കാവുന്നത് കേർഡ് അല്ലെങ്കിൽ റൈത്ത അല്ലെങ്കിൽ പിക്കൽ പപ്പടം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യും. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തോരൻ തയ്യാറാക്കുന്നുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടൊമാറ്റോ റൈസിനുള്ള സൈഡ് ഡിഷസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് തയ്യാറാക്കിയിട്ട് കാണിച്ചു തരേ. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ഞാൻ വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ ഒരു റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇനി വീണ്ടും കാണിച്ചു തരേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. മോസ്റ്റ് ഓഫ് എല്ലാവർക്കും എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് തയ്യാറാക്കാം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനായിട്ട് ഇനി പ്രത്യേകിച്ച് പറയാനുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. ഓക്കെ, താഴെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുക്കാം. അത് കണ്ടാലും മതിയാവും വീഡിയോ. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ യൂട്യൂബിലെ വീഡിയോസിലൊക്കെ വളരെ കുറവാണ്. എനിക്ക് മനസ്സിലാവും എന്ന് വരിക. സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. നമ്മുടെ ചാനലിലിപ്പോൾ വീഡിയോസ് ഞാൻ ഇടൽ വളരെ കുറവാണ്. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നീങ്ങാണ്. അപ്പോൾ നമ്മൾ ചെയ്യും, ഇപ്പോഴല്ല, കുറച്ച് ടൈമുണ്ട്. അതായത് എന്താ പറയുക, നമ്മൾ വീഡിയോസായിട്ട് വരും, അത് കുറച്ച് ടൈം എടുക്കും അത് ചെയ്യാനായിട്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടാനായിട്ട് നോക്കും. പക്ഷെ ഇപ്പോൾ എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ വീഡിയോസ് ഇടൽ വളരെ കുറവ്. തീരടില്ല എന്നല്ല, ഇടും, പക്ഷെ കാര്യമായിട്ട് ഞാൻ അതിന് ഫോക്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഞാൻ കാര്യമായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയൊരു എന്താ പറയുക എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ നോക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ അത് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും വരും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ ഇപ്പോൾ ഇടാന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും ഉണ്ടായിരുന്നില്ല. വെള്ളപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോസ് കിട്ടും, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ടൊക്കെ ഇടും. കാര്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ കാര്യമുള്ള ഒരു കുക്കിംഗ് റെസിപ്പീസൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ആവാന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അത് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അപ്പോൾ കുറച്ചൊരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് എടുക്കുകയാണ് എന്ന് തന്നെ പറയാം. ഒരു വിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം യൂട്യൂബിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, കുറച്ച് നാളത്തേക്ക് ഒന്ന് വിട്ട് നിൽക്കാം എന്നുള്ളതും. പക്ഷേ ഇടയിൽ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇടും എന്നുള്ളത് മാത്രം. അല്ലാണ്ട് ഒരു അതിന് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടാനുള്ള ഇപ്പോൾ ഇല്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് പറയണം എന്ന് ഞാൻ പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് വീഡിയോസ് ഇടുന്നില്ല എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു പേഴ്സണൽ കാര്യങ്ങളുള്ളത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ അതിന് ഫോക്കസ് ചെയ്യുന്നില്ല. ആക്ച്വലി ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല, അതാണ് എൻ്റെ കാര്യം. ഓക്കെ, പക്ഷെ നമ്മളിടും, അതിൻ്റെ സമയമാവട്ടെ, അവൻ പറയാം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇതാ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റൈസൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മളിതിൽ ഞാൻ തക്കാളി ചേർത്ത് വഴറ്റി, അതിന് ശേഷം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, കുറച്ച് ഗരം മസാല ചേർത്തിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതും ചേർത്ത് വഴറ്റി. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ്, അത് ഞാനിവിടെ ബാസ്മതി റൈസ് എടുത്തിരിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നി റൈസൊക്കെ എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്, അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഓക്കെ, നമ്മൾ റൈസൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ, നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയാവും. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് ഇതിൽ എന്താ പറയുക, നാരങ്ങ നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് തക്കാളി നമ്മൾ ചേർക്കുമ്പോൾ അതിന് പുളി ഉണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ അതെല്ലാം ചേർത്തിട്ട് നമ്മൾ റൈസൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പുളി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ താല്പര്യം, അത് നോക്കിയിട്ട് ഒരു ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും തോരൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. കുറച്ച് മല്ലിയില ചേർക്കാം. Finally, coriander leaves and mix it. So our tomato rice is ready. Taste ഉണ്ട്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു.
എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. ഇനിയൊന്നുമില്ല, ഇത് നമുക്കത് മാറ്റി വയ്ക്കും. സോ ഗൈസ്, നമ്മൾ ഇനി അടുത്തത് തോരൻ തയ്യാറാക്കാൻ പോകണേ. അപ്പോൾ അതിനായിട്ട് ഓയിലൊഴിച്ചു, കടുക് വറുക്കുക, അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് സവോളൊക്കെ ചേർക്കുക, വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ കടുക് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി സവോള ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ ചേർത്തിട്ട് വഴറ്റാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വഴറ്റാം. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മുളക് പൊടി എരിവിന് 1 ടീസ്പൂൺ മതിയോ, 1.5 ടീസ്പൂൺ ഇടാം. അതും കൂടി നന്നായിട്ടൊന്ന് ചേർത്തെടുത്ത് വഴറ്റി അതിൻ്റെ പച്ചച്ചുവ മാറുന്നതിന് വഴറ്റാം. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടത് അടച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഈ കുക്കറിലിട്ട് വേവിക്കണേക്കാളും വെജിറ്റബിൾസ് ഉണ്ടല്ലോ, കുക്കറിട്ട് വേവിക്കണേക്കാളും നല്ലത് ഇതുപോലെ ഇങ്ങനെ പാത്രത്തിൽ തന്നെ ഇട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ട് ഉടഞ്ഞു പോവില്ല കഷ്ണങ്ങൾ. നമ്മൾ കുക്കറിലൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ്, നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് പാത്രം കൊണ്ട് അടച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് ഇത് തോരൻ വെജിറ്റബിൾസ് കുക്കാവണ വരെ നമുക്ക് അതിനിടയിൽ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ അപ്പുറത്ത് ബർണറിലേക്ക് വെക്കുകയാണ്. ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ നോക്കാം. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാം. ആവശ്യമുള്ള ഓയിൽ ചേർക്കുക. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ബാക്കി മസാലകൾ വരില്ലേ, അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ വീണ്ടും ഉള്ളിക്കാലം ഫ്രൈ ചെയ്താൽ മറിച്ചിട്ടതാണ്. അപ്പോൾ കുറച്ച് മസാല നമ്മുടെ പാത്രത്തിലുണ്ടാകും. അത് വീണ്ടും ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് വീണ്ടും നമ്മളത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടി മസാല ഉണ്ട്. ടേസ്റ്റ് വരും. ഈ ആ സൈഡ് ഫ്രൈ ആയ ഇന്ന് കുക്കായി കഴിഞ്ഞാൽ ഈ സൈഡും കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി. കണ്ടോ, നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അതായത് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് നാളികേരം ചേർക്കണമെങ്കിൽ ചേർക്കാം. അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇതിൽ ഞാൻ കുറച്ച് നാളികേരം തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. തോരനല്ലേ, കുറച്ച് ചേർക്കുന്നുണ്ട്. നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തത്, ചെറുകിയത് ചേർത്തിട്ട് മിക്സ് ആക്കാം.
നമ്മുടെ തോരൻ റെഡി. നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ തോരൻ വെച്ചിട്ടുണ്ടായില്ല, അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എന്താ പറയുക, നാളികേരം വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ വേണ്ട, ഒഴിവാക്കാം. കുറച്ച് നാളികേരം ചെറുകിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്: ടൊമാറ്റോ റൈസ്, തോരൻ ആൻഡ് ഫിഷ് ഫ്രൈ. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പം ഇത് ചുമ്മാ ഇങ്ങനെ പെട്ടെന്ന് തോന്നി ഇങ്ങനെ വീഡിയോ എടുത്താലോ എന്ന്. അത് കുറേ നാളായി ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.